നമ്മുടെ കേരള ടു ലഡാക്ക് ട്രിപ്പിന്റെ 4ാമത്തെ എപ്പിസോഡാണിത്. വീഡിയോസ് കുറച്ച് ഡിലേ ആയിരുന്നു എന്ന് എനിക്കറിയാം. അപ്പൊ ഇത് ഞാനൊരു സ്റ്റോറി ടെല്ലിംഗ് രീതിയിലാണ് ഞാനൊരു വീഡിയോ പ്രസന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടു ബി ഹോണസ്റ്റ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ വേ ഓഫ് പ്രസന്റേഷനും കഴിഞ്ഞ 2 വീഡിയോസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. എന്നുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൈഡിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമുക്ക് എന്താണെന്ന് അറിയില്ല, ചില സമയത്ത് വീഡിയോസ് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, മൈക്കടൊക്കെ പണിയാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു വട്ടം നല്ല വിഷ്വൽസ് കിട്ടിയ ഒരു സമയത്ത് നമുക്ക് മെമ്മറി കാർഡ് കറക്റ്റ് ആയി പോയി. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് പണികൾ തന്നുകൊണ്ടാണ് നമുക്ക് ലാസ്റ്റ് 2 എപ്പിസോഡ്സ് അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് നമുക്ക് അത്ര പെർഫെക്റ്റ് രീതിയിൽ നമുക്ക് അങ്ങോട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. ആക്ച്വലി ഒരു ടെന്റ് ഒക്കെ അടിച്ചിട്ട് അവിടെ നമ്മുടെ ബൈക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് അവിടെ ഇരുന്ന് ഞാനും നമ്മുടെ കൂടെ വന്ന അഭിരാമും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ആ ഒരു ഡേ ഫുള്ള് ഞാൻ സംസാരിച്ച് അതിന്റെ കൂട്ടത്തിൽ വിഷ്വൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനും അവന്റെ ജോലിയായ തിരക്കും എനിക്കും എന്റെ വർക്കിന്റെ തിരക്കുകളുണ്ട് എനിക്ക് അങ്ങനെ പോയിട്ടൊരു ഡേറ്റ് എടുത്ത് അങ്ങനെ നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റാതിരുന്നത്. റൈഡ് പോയി വന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ എന്തായാലും. സോ വെൽക്കം ബാക്ക് ടു ദ 4th എപ്പിസോഡ് ഓഫ് കേരള ടു ലഡാക്ക് സീരീസ്. ഇത് ആക്ച്വലി നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ പിടിച്ചു വെച്ചതാണ്. ഈ ഒരു ബായി അല്ല, നമ്മൾ പിടിച്ചു വെച്ചപ്പോൾ ഈ ഒരു ബായി നമ്മുടെ വണ്ടി കണ്ടിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സംഭവം എക്സ്പ്രസ് ഹൈവേ ആണ്. ട്രാക്ടേഴ്സിനും ബൈക്കിനും ഓട്ടോസിനും ഒന്നും ഈ ഒരു വേ എൻട്രി ഇല്ല, അത് അറിയാവുന്ന കാര്യമാണ്. പക്ഷെങ്കിലും കാർപ്ലേയിൽ നമുക്ക് മോസ്റ്റ്ലി കാറിന്റെ മാപ്പ് മാത്രമാണ് എപ്പോഴും കാണിക്കത്തുള്ളൂ. പക്ഷേ ബൈക്കിന്റെ മാപ്പ് കാണിക്കുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് നിങ്ങൾ ലഡാക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ആപ്പ് ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചെന്നൈയിൽ നിന്ന് വന്ന ഭരദ്വായാണ് പറഞ്ഞത്. ഭരദ്വായെ നമുക്ക് ലഡാക്കിലെ വീഡിയോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-200 കിലോമീറ്റർ എന്തോ സ്ട്രേറ്റ് ഹൈവേ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈസി ആണല്ലോ, നേരെ പിടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇവർ പിടിച്ചു നിർത്തിയത്. പിന്നെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല, ഇവർ പറഞ്ഞ് എന്തായാലും ഇവിടെ ഞങ്ങൾ കടത്തി വിടാം, പക്ഷെ എന്നാലും നെക്സ്റ്റ് സ്ഥലത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ ക്യാമറയിൽ അടിക്കും, അപ്പോൾ ഇവർക്ക് ചോദ്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ റോഡ് അത്ര വലിയ നല്ലതല്ല എന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ഇവർ പറഞ്ഞ മാതിരി തന്നെ നമ്മളൊരു സർവീസ് റോഡ് കണക്ട് ചെയ്ത് നേരെ പോയി ലാസ്റ്റ് ഒന്ന് കയറിയത് ഇതേ സെയിം എക്സ്പ്രസ് ഹൈവേയിൽ തന്നെ. ഏകദേശം എനിക്കൊന്ന് നല്ലൊരു കിലോമീറ്റർ നേരെ ഒറ്റ സ്ട്രേറ്റ് ഹൈവേ ആയിരുന്നു. അപ്പോൾ ഒരു കാക്കയ്ക്ക് ഇരിക്കാനുള്ള തണൽ പോലും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്തില്ല, ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ അത്രയും കിലോമീറ്റേഴ്സ് നമ്മൾ റൈഡ് ചെയ്തിട്ട് ഒരാളെയാണ് ഓടിച്ചത്, ഞാൻ തന്നെയാണ് ഓടിച്ചത്. എന്നിട്ട് നമ്മൾ നേരെ രാജസ്ഥാന്റെ ബോർഡർ എത്തി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് വണ്ടി ഒന്ന് നിർത്താനായിട്ടൊരു സ്ഥലം തന്നെ കിട്ടിയത് സത്യം പറയാം. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് നമുക്കറിയാം അവിടെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴികളിലൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് കട്ടിലും വെള്ളവും കാര്യങ്ങളൊക്കെ റോഡ് സൈഡ് ഉണ്ടാവും. നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തി വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് അവിടുത്തെ ലോറിക്കാരൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്. അവിടുന്ന് നമ്മൾ വേറൊരു ഡിസിഷൻ എടുത്തു. നമ്മൾ ആക്ച്വലി റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് ഫസ്റ്റ് ഉദയ്പൂരായിരുന്നു നമ്മുടെ പ്ലാൻ. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വിചാരിക്കുന്നത് മണലും മരുഭൂമി മാത്രമേ ഉള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, ഉദയ്പൂർ എന്ന് പറയുന്നത് ഒരുപാട് പാലസുകളും ലേക്കും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. ഉദയ്പൂർ പോയാണ് നമ്മുടെ പ്ലാൻ. പക്ഷേ റാൻ ഓഫ് കച്ചിൽ വെച്ച് നമ്മൾ മാപ്പ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉദയ്പൂർ പോകുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ജോധ്പൂർ പോകുന്നതാണ്, ബ്ലൂ സിറ്റി ഓഫ് രാജസ്ഥാൻ. അങ്ങനെ നമ്മൾ നേരെ ജോധ്പൂർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ കണക്ട് ചെയ്തു തന്നു. ഈ പറഞ്ഞ ഈ ഒരു ബോർഡർ എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ജോധ്പൂർ പോകുന്നതിനേക്കാളും നല്ലത് ജയ്സൽമീർ പോകുന്നതാണ്. സോ നമ്മുടെ പ്ലാൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്തു, നമ്മൾ നേരെ ജയ്സൽമീർ പിടിക്കുക എന്ന് വിചാരിച്ചു. ആദ്യത്തെ ദിവസം നമ്മൾ പമ്പിൽ സ്റ്റേ ചെയ്യാൻ നോക്കി, പക്ഷെ അവിടുത്തെ പമ്പിൽ ആൾക്കാർ പറഞ്ഞു പാമ്പിന്റെ ശല്യം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റൂം എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞപ്പോൾ അടുത്ത് തന്നെ ഒരു അഫോർഡബിൾ ആയിട്ടൊരു സ്റ്റേ കിട്ടിയതുകൊണ്ട് നമ്മൾ അവിടെ റൂം എടുത്തു. പക്ഷേ നമ്മൾ റൂം എടുത്ത് കഴിയുമ്പോൾ പ്രൈസ് ഹൈ ആവും. അപ്പോൾ അത് ടാലി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് റൂമിൻ്റെ അകത്ത് വെച്ച് കുക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിറ്റേ ദിവസം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വഴിയാണ് ഈ പിള്ളേർ നമ്മൾ റോഡ് സൈഡ് കണ്ടത്. ശരി, നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണെന്ന് അന്നേരമാണ് ഈ പിള്ളേർ അവിടെ വന്നത്. दिवाली फेमस क्रिकेट का मैच रखवाया जाएगा चीटियों से, वो खेलेंगे। बड़ा ग्राउंड है। यस, पीछे। അപ്പോൾ നമ്മൾ നൂഡിൽസ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ എക്സ്ട്രാ സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന്മാർക്കും സ്പൂണും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവന്മാർക്കും നൂഡിൽസ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് വീറ്റ് നൂഡിൽസ് ആണ്. പുള്ളി കൗ മിൽക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് പാലോ ശ്വാസം തീരായിരിക്കണം. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ കാട്ട നമ്മുടെ കട്ടിത്തേര് പോലത്തെ ഒരു സംഭവമാണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് കൊണ്ടേ തന്നു. കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന കാര്യം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗുജറാത്തിലെ അവരുടെ ആളുകളായിട്ട് സംസാരിക്കുന്ന ഭാഗങ്ങൾ ആഡ് ചെയ്തപ്പോൾ അത് ഒരുപാട് പേർക്ക് ലാഗായിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ചേട്ടനായിട്ട് ഒരുപാട് നേരം അവിടുത്തെ സംസാരിച്ചു, അവിടെ ലോക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ. അപ്പോൾ നിങ്ങൾക്കത് ലാഗായിട്ട് എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ട് ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ പറഞ്ഞു തന്നത് നമ്മളൊക്കെ ക്രിക്കറ്റ് ഫാൻസാണ്. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സഞ്ജു ആണല്ലോ, സഞ്ജുവിനെ പറ്റി പറഞ്ഞു. പിന്നെ ഇന്ത്യൻ ടീമിന്റെ പൊളിറ്റിക്സിനെ പറ്റി പറഞ്ഞു. പിന്നെ അവിടുത്തെ രാജസ്ഥാനിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ വെള്ളത്തിന്റെ സ്കേർസിറ്റിയുടെ പ്രശ്നങ്ങൾ. അങ്ങനെ ഇന്നലെ നമ്മൾ റൂം എടുക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാമ്പിന്റെ ശല്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ റൂം എടുത്തത്. ശരിയാണോ എന്നുള്ള രീതിയിൽ ഞാൻ പുള്ളിയോട് ചോദിച്ചു. അന്നേരം പറഞ്ഞത് ഇവിടെ രാജസ്ഥാനിൽ പാമ്പിന്റെ ശല്യം ഭയങ്കര കൂടുതലാണെന്നാണ് പറഞ്ഞത്. അത് എന്ത് പാമ്പാന്ന് വെച്ചാൽ കോബ്ര, അതുപോലെ തന്നെ കിങ് കോബ്ര, മൂർഖനും രാജവെമ്പാലയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ രാത്രി ഇവരുടെ വീട്ടിലൊക്കെ മിക്കപ്പോഴും ഇതുപോലെ പാമ്പുകൾ കയറി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചർ ആണ് ഇവിടെ രാത്രി സ്റ്റേ എടുക്കുക എന്ന് പറയുന്നതാണ് പുള്ളി പറഞ്ഞപ്പോൾ നമ്മളോട് പമ്പുകാരും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാജസ്ഥാനിൽ ചൂടായതുകൊണ്ട് പകൽ സമയത്ത് പുറത്തിറങ്ങില്ല, രാത്രിയാണ് പുറത്തിറങ്ങുന്നതാണ് ഈ പുള്ളി പറഞ്ഞത്. നമ്മൾ ഒരുപാട് നേരം പുള്ളിയോട് സംസാരിച്ചോട്ട് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം പുള്ളി നമ്മളോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇവിടുന്ന് പോയി. अच्छा सर, पढ़ो पढ़ो। ओके
ശരി. Good luck. താങ്ക് യു. ഇവിടെ വണ്ടി വെച്ചിട്ട് പോലും സേഫ് അല്ല. അമ്മാരാ വട്ടം ചുറ്റി ഇപ്പൊ എത്ര പന്തി അല്ലായിരുന്നത്. ഞാൻ ഇപ്പൊ ക്യാമറ ഓൺ ആക്കിയിട്ട് ബാക്കിലത്തെ മറ്റേ സ്ക്രീനിൽ നോക്കി അപ്പൊ അമ്മാര് ഇപ്പൊ ക്യാമറ ഉണ്ട്. നമ്മളങ്ങനെ ജയ്സൽമീർ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഫോർട്ട് ഏതാ കട ഏതാ ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഏകദേശം ഒരേ ഡിസൈൻ തന്നെയാണ് ഇത് പണിത് വെച്ചിരിക്കുന്നുണ്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ജയ്സൽമീർ ഫോർട്ടിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ഏകദേശം സെയിം ആയിട്ട് അവർ ഇതേപോലത്തെ കല്ലുകൾ വെച്ചിട്ടായിരിക്കും ഫുള്ള് വീട് പണിയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു കളറാണ് ഇവിടെ മൊത്തം. അപ്പോൾ ഇതിൻ്റെ വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ ഏകദേശം ഒരു ഡിസൈൻ പോലൊരു പരിപാടി ഉണ്ട്. ഒരു എന്താ പറയുക, ചെറിയ കൊത്തുപണികളൊക്കെ ഉണ്ട്. ബാക്കി എല്ലാ സൈഡും ബാക്കും എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കും. ഫ്രണ്ടിൽ മാത്രം അവർ നല്ലപോലെ ഈ കൊട്ടാരം പോലെയൊക്കെ ഡിസൈൻ ചെയ്ത് വയ്ക്കുന്ന പരിപാടി കണ്ടായിരുന്നു. കുറേ വീടുകൾ കണ്ടായിരുന്നു. തീരെ ചെറിയ വീടുകളിലില്ല, എന്നാലും ചിലൊരു ഏരിയയിലോട്ട് വരുമ്പോൾ വീടുകളിൽ മൊത്തം എല്ലാ വീടുകളുടെ ഫ്രണ്ട് ഏകദേശം ഒരേപോലെ തന്നെയാണ് ഉള്ളത്. ഒരേപോലെ തന്നെയാണ്. പിന്നെ ഇതേ കാണുന്നൊക്കെ ഫോർട്ടിൻ്റെ ഭാഗങ്ങളെങ്ങാണ്ടാണ്. പട്ടിനൊന്നല്ല, ഈ സാധനം ഇനി എപ്പോഴും അടുത്ത് കിട്ടണേന്ന് പറയാൻ പറ്റില്ല.